ഹായ് കൂട്ടുകാരെ, ആഷ്ന വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 5 കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 തക്കാളി അരിഞ്ഞതും ഒരു 8 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും 4 സവോള അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ സവോള ഇട്ട് കൊടുക്കണം. ആദ്യം ഒന്നൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയ ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഇളക്കണം. ചെറുതായി ഒന്ന് വഴന്നു വന്ന ശേഷം അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ വഴറ്റണം. വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി കൂടെ ഇട്ട് കൊടുക്കണം. തക്കാളി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ആ അരപ്പിനെ കുക്കറിലേക്ക് മാറ്റണം. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ അരപ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയൊഴിച്ച് കടുകിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായി കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ നമ്മൾ പുഴുങ്ങി വെച്ച കോഴിമുട്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.